പൈങ്കിളി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് ജിത്തു മാധവൻ രചിച്ച് സജിൻ ഗോപു, ജിസ്മ വിമൽ, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടണമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഷീബ ബേബിയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വയ്യാവേലി ചെന്ന് ചാടുന്ന സുഗുവിന്റെയും കഥയാണ് പൈങ്കിളി. എന്ന് വെച്ചാൽ രണ്ട് കിളി പോയ ക്യാരക്ടേഴ്സ് പ്രധാന വേഷത്തിൽ വരുന്ന പടം എന്ന് പറയാം. സോ ഒരു കിളി പോയ പടമാണ് പൈങ്കിളി എന്നും പറയാം. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ ഒരു കഥാപരിസരം, നമുക്കറിയാവുന്ന ചില ചേട്ടന്മാര്, അമ്മമാര്, ഫ്രണ്ട്സ്, പെങ്ങള്, അടുത്ത വീട്ടിലെ പെൺകുട്ടി, ഇതെല്ലാം കൊണ്ട് നമ്മളെ പെട്ടെന്ന് ആ ഒരു വേൾഡിൽ എത്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിച്ചേക്കുന്നതാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള, അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ്, എന്നാൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സിറ്റുവേഷൻസ്, കോമഡി ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന വെറൈറ്റി സിറ്റുവേഷൻസ് ഒക്കെ പടത്തിലുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഒരു മുഴുനീള കോമഡി പടം എന്ന നിലയിലാണ് പൈങ്കിളി ഒരുക്കിയിട്ടുള്ളത്. ചില കോമഡികളിലൊക്കെ ഞാൻ നന്നായിട്ട് ചിരിക്കുകയും ചെയ്തു. ചിലയിടങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് താനും. എന്നാൽ ചിലതൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന ഭാവവും വന്നു. ടെക്നിക്കൽ സൈഡാണ് ഞാൻ പെർഫോമൻസിനേക്കാൾ മുമ്പ് ആദ്യം പറയാൻ പോകുന്നത്. അർജുൻ സേതുവിന്റെ ക്യാമറ, കിരൺ ദാസിന്റെ എഡിറ്റിംഗ്, ഇതിനോടൊപ്പം തന്നെ പടത്തിലെ മ്യൂസിക് ആണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വിനായക് ശശികുമാറിന്റെ രസകരമായിട്ടുള്ള വരികളും ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതവും പടത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാട്ടുകളിൽ ഹാർട്ട് അറ്റാക്ക് എന്ന സോങ്ങിന്റെ വിഷ്വലൈസേഷൻ. പെർഫോമൻസിലും കുറെ താരങ്ങൾ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും മെയിൻ താരങ്ങളെക്കാൾ ഇതിലെ സപ്പോർട്ടിംഗ് കാസ്റ്റ് ആണ്. സജിന്റെ അമ്മയായിട്ട് വന്ന നടി, എനിക്ക് പേരറിയില്ല, ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കണ്ടില്ല. ഗംഭീരമായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു അമ്മ ക്യാരക്ടറാണ്. അതുപോലെ അനിയത്തിയായിട്ട് വന്ന അശ്വതി, പിന്നെ അച്ഛനായിട്ട് വന്ന അബു സലീമും കിടുവായിരുന്നു. അമ്മൂമ്മയായിട്ട് വന്ന അമ്മ, അനശ്വരയുടെ അച്ഛനായിട്ട് വന്ന നടൻ, ഇങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത കുറെ മുഖങ്ങളുണ്ട്. അവരെല്ലാം ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. അതുപോലെ കുറച്ചേ ഉള്ളുവെങ്കിലും രസകരമായ റോളുകളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി, റിയാസ് ഖാൻ എന്നിവരുമുണ്ട്. സുഗുവിന്റെ കൂട്ടുകാരിൽ റോഷൻ ഷാനവാസ് കിടുവായിരുന്നു. ചില സീനുകൾ ഞാൻ എടുത്തു പറയുന്നില്ല, സ്പോയിലർ ആയിപ്പോ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചന്തു സലിംകുമാറും നല്ല രസമുണ്ടായിരുന്നു. പ്രധാന വേഷം ചെയ്ത 3 പേരിൽ എനിക്ക് ജിസ്മ വിമലിന്റെ പ്രകടനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. സോഷ്യൽ മീഡിയ സ്റ്റാർ ആയ പുള്ളിക്കാരുടെ ആദ്യത്തെ സിനിമയാണ്. സുമ എന്ന ആ ഒരു റോള് നല്ല കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ മാത്രമാണ് ഇതിനകത്ത് കുറച്ച് സെൻസിബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. അതായത് കുറഞ്ഞ കിളി പോയ ഐറ്റം എന്ന് പറയാം. ഇതിലെ നായകനും നായികയുമായി വന്ന സജിനും അനശ്വരയ്ക്കും എന്തു പറ്റി എന്ന് തോന്നുന്ന രീതിയിലാണ് ചിലയിടങ്ങളിൽ ഇവരുടെ പ്രകടനങ്ങൾ. മുഴുവൻ മോശമായി എന്നല്ല ഞാൻ പറയുന്നത്, ചിലയിടങ്ങളിൽ എന്ന് ഞാൻ എടുത്തു തന്നെ പറയുന്നുണ്ട് കേട്ടോ. പലയിടങ്ങളിലും രണ്ടുപേരുടെയും പ്രകടനം എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ഒന്നാമത് കൃത്രിമത്വമുള്ള ഓവറായിട്ടുള്ള 2 റോളുകളാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുമാണ്, അല്ലെങ്കിൽ പാളിപ്പോകും. ആവേശത്തിലെ കോമഡി കലർന്ന വില്ലത്തരമുള്ള അംബാൻ എന്ന റോള്, അല്ലെങ്കിൽ പൊന്മാനിലെ ആ ഒരു സ്ട്രോങ് ക്യാരക്ടറൊക്കെ കിടുവായിട്ട് ചെയ്ത നടനാണ്. പക്ഷെ ഇതിൽ സജിൻ ഗോപുവിന് ആ റോള് ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു റോളായിട്ട്. ഞാൻ കോമഡിയാണ് ഉദ്ദേശിച്ചത്. കോമഡി ചെയ്ത് ഫലിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഏറ്റവും പാടുള്ള കാര്യവുമാണ്. ഇതൊരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടറാണ്. ബേസിക്കലി കുറച്ച് ഓവറാണ്. പണ്ടൊക്കെ ജഗതി ചേട്ടനോ അല്ലെങ്കിൽ ജഗതി ചേട്ടനൊക്കെ ഇവരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ഒരു റോള് കിട്ടുകയാണെങ്കിൽ, മോശം കഥാപാത്രമാണെങ്കിൽ പോലും അവരുടെ റേഞ്ച് കൊണ്ട് അത് കിടുവാക്കി മാറ്റും. ഇത് എനിക്കെന്തോ ടൈമിങ്, ഡയലോഗ് ഡെലിവറി ഒക്കെ പലയിടങ്ങളിലും ശരിയാവാത്ത പോലെ തോന്നി. ആ പാലത്ത് പോയി കരയുന്ന ഭാഗം, അല്ലെങ്കിൽ മോണോ ആക്ട് ചെയ്യുന്നതും, അങ്ങനെ പലയിടങ്ങളിലും കോമഡി നന്നായിട്ട് വരേണ്ടതാണ്, പക്ഷേ വർക്കായില്ല. സാധാരണ വലിയ കുഴപ്പമില്ലാത്ത കോമഡിയൊക്കെ ചെയ്യുന്ന അനശ്വരയും ഇതിൽ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടും നാച്ചുറൽ ആയിട്ട് തോന്നിയില്ല. ഒന്നാമത് ആ ക്യാരക്ടർ എഴുതിയേക്കുന്നതും ഒട്ടും കൺവിൻസിംഗ് അല്ല. പെർഫോമൻസ് മാത്രമല്ല, ഇതിലെ മിക്ക ക്യാരക്ടേഴ്സും എഴുതിയതും കഥയിലെ കുറെ സിറ്റുവേഷൻസും ഒന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് വന്നില്ല. പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും പലയിടങ്ങളിലും വിയേർഡാണ്. പലപ്പോഴും ഇതെന്താ ഇങ്ങനെയെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. പെട്ടെന്ന് പ്രേമം തോന്നുന്നു, പ്രേമം പോകുന്നു, പെങ്ങളെ പോലെ കണ്ട ഒരാളോട് പെട്ടെന്ന് പ്രേമം തോന്നുന്നു. അതൊക്കെ കാണുന്ന നമുക്കും കൂടി ഒന്ന് വിശ്വാസയോഗ്യമാവണമല്ലോ. കോമഡിയിൽ ടൈമിംഗ് മെയിൻ ആണ്. ഇപ്പം എക്സ്പ്രഷൻ കൊണ്ടാണെങ്കിലും, വീഴുന്നതാണെങ്കിലും, ചിരിക്കുന്നതാണെങ്കിലും ആ ഒരു ടക്ക് ടക്ക് സ്പീഡ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരി വരാം, വലിയ ചിരി ഇല്ലാത്ത സിറ്റുവേഷനിൽ പോലും. ഇതിൽ പല കോമഡികളും വലിഞ്ഞു നീണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ടൈമിംഗ് അങ്ങോട്ട് ഓക്കെ ആയില്ല. അതുകൊണ്ട് പലപ്പോഴും ചിരി വരില്ല. മാത്രമല്ല ചിലയിടങ്ങളിൽ നല്ല കോപ്രായമായിട്ട് തോന്നുകയും ചെയ്തു. മൊത്തത്തിൽ ഒരു കൃത്രിമത്വമാണ് എനിക്ക് സിനിമയിൽ പലയിടങ്ങളിലും ഫീൽ ചെയ്തത്. സ്റ്റിൽ ഇതൊരു തല്ലിപ്പൊളി പടം എന്നൊന്നും ഞാൻ പറയില്ല. കുറെ ഭാഗങ്ങൾ ഞാൻ നന്നായിട്ട് ചിരിച്ചു, കുറെ ഭാഗങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. പക്ഷേ കുറെ പൊട്ടൻഷ്യലുള്ള, കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരുക്കാമായിരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന പോലെ. എനിക്കറിയില്ല, ചിലപ്പോൾ ഇപ്പോൾ വർക്കാവാതെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ പടം ഇനിയും കൾട്ട് ഫോളോവിംഗ് ഒക്കെ നേടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഈ പടം അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല, അത്രയ്ക്ക് വർക്കായില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആത്മാർത്ഥമായി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.